വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 13-14 വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ഇന്നത്തോടുകൂടി വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തോട് വിട പറയും. തുടർന്നുള്ള ദിവസങ്ങൾ 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. വെളിപ്പാട് പുസ്തകം 5-ന്റെ 13-14 വാക്യങ്ങൾ വായിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും വരവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞ് മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. 4 ജീവികളും 24 മൂപ്പന്മാരും സ്തുതിഗീതങ്ങൾ എണ്ണമില്ലാത്ത വിശുദ്ധ ദൂതന്മാരുടെ ഗണത്തിലേക്ക് വ്യാപിക്കുന്നു. അവിടെ നിന്ന് കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളിലേക്ക് വ്യാപിക്കുന്നു. എന്നുവെച്ചാൽ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രങ്ങളിലുമുള്ള സകല സൃഷ്ടികളും ദൈവത്തിനും കുഞ്ഞാടിനും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ആരാധിക്കുന്നതാണ് നമുക്ക് കാണുന്നത്. 4 മേഖലയിലുള്ളവരാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. 1 സ്വർഗത്തിലുള്ളവർ, 2 ഭൂമിയിലുള്ളവർ, 3 ഭൂമിക്ക് കീഴിലുള്ളവർ, 4 സമുദ്രത്തിൽ ഉള്ളവർ. ഈ ആരാധനയിൽ 4 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. 1 സ്തോത്രം, 2 ബഹുമാനം, 3 മഹത്വം, 4 ബലം. ദൈവത്തെയും കുഞ്ഞാടിനെയും ഏകീകരിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ, അതായത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രത്യേകതയാണ്. 7-ന്റെ 10-17 വാക്യങ്ങൾ, 14-ന്റെ 1-4 വാക്യങ്ങൾ, 21-ന്റെ 22, 23 വാക്യങ്ങൾ, 22-ന്റെ 1-3 വാക്യങ്ങൾ കുഞ്ഞാടായ ക്രിസ്തു ദൈവം തന്നെയാണ് എന്ന് വ്യക്തമാകുന്നു. സ്വർഗീയ ആരാധനയോടെ സ്വർഗീയ ദർശനമെന്ന 1-ാം രംഗത്തിന് തിരശ്ശീല വീഴുന്നു. ദൈവത്തെ സ്തുതിക്കുന്നവർ 4 മേഖലയിലുള്ളവരാണ്. 1 സ്വർഗത്തിലുള്ളവർ. സ്വർഗത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നവർ അഥവാ ആരാധിക്കുന്നവർ ആരല്ല? സ്വർഗത്തിൽ ദൂതന്മാരുണ്ട്. ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നു. വെളിപ്പാട് 4-ന്റെ 8, ഏഷ്യാവ് 6-ന്റെ 2 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗത്തിൽ 4 ജീവികളുണ്ട്. 4 ജീവികൾ ദൈവത്തെ സ്തുതിക്കുന്നു. വെളിപ്പാട് 4-ന്റെ 9 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ. 24 മൂപ്പന്മാരുണ്ട്. അവരും ദൈവത്തെ നമസ്കരിക്കുന്നു. കൂടാതെ സ്വർഗത്തിലുള്ളത് സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് അല്ലെങ്കിൽ സ്തുതിക്കുന്നു എന്ന് സങ്കീർത്തനം 148-ന്റെ 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. 2 ഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. അതിൻ്റെ മറുപടി സങ്കീർത്തനം 148-ന്റെ 8 തൊട്ട് 13 വരെയുള്ള വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. തീയും കൽമഴയും ഹിമവും ആവിയും അവൻ്റെ വചനം അനുഷ്ഠിക്കുന്ന കൊടുങ്കാറ്റും പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവൃക്ഷങ്ങളും സകല ദേവദാരുക്കളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പറവജാതികളും ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബലവാന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. അവൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്. അവൻ്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു. അടുത്തത് 3 സമുദ്രത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നവർ ആരാധിക്കുന്നവർ ആര്? സങ്കീർത്തനം 148-ന്റെ 7 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. തിമിംഗലങ്ങളും എല്ലാ ആഴികളുമായുള്ളവേ ഭൂമിയിൽ നിന്ന് യഹോവയെ സ്തുതിപ്പിൻ. അപ്പോൾ സമുദ്രത്തിൽ നിന്ന് തിമിംഗലങ്ങളും എല്ലാ ആഴികളുമായുള്ളവേ യഹോവയെ സ്തുതിപ്പിൻ എന്ന് കാണുന്നു. അടുത്ത 4 ഭൂമിക്ക് കീഴിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നവർ അഥവാ സ്തുതിക്കുന്നവർ ആര്? ഭൂമിക്ക് കീഴിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നവർ ആരുമില്ല എന്നാണ് തിരുവചനം വ്യക്തമാക്കുന്നത്. സങ്കീർത്തനം 6-ന്റെ 5 മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ, പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും. സങ്കീർത്തനം 30-ന്റെ 9 ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിൻ്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? സങ്കീർത്തനം 88-ന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. നീ മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ? മൃതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ? ശവക്കുഴിയിൽ നിൻ്റെ ദയയെയും വിനാശത്തിൽ നിൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കുമോ? അന്ധകാരത്തിൽ നിൻ്റെ അത്ഭുതങ്ങളും വിസ്മൃതിയുള്ള ദേശത്ത് നിൻ്റെ നീതിയും വെളിപ്പെടുമോ? സങ്കീർത്തനം 115-ന്റെ 17 മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർ ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. യെശയ്യാവ് എഴുതിയ പ്രവചനം 38-ന്റെ 18 പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല, മരണം നിന്നെ വാഴ്ത്തുന്നില്ല, കുഴിയിൽ ഇറങ്ങുന്നവർ നിൻ്റെ വിശ്വസ്തയെ പ്രത്യാശിക്കുന്നതുമില്ല. ഇത്രയും വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിക്ക് കീഴിൽ നിന്ന് ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാം. എന്നാൽ വെളിപ്പാട് പുസ്തകം 5-ന്റെ 13 ഭൂമിക്ക് കീഴിലും ഉള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും വരവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞപ്പോൾ എപ്പോഴാണ് ഭൂമിക്ക് കീഴിലുള്ളത് ദൈവത്തെ സ്തുതിക്കുന്നത്? ഭൂമിക്ക് കീഴിൽ ദുഷ്ടന്മാരുണ്ട്. ഈ ദുഷ്ടന്മാർ ഇനി ഒരു നാൾ യേശുവിനെ കർത്താവ്
എന്ന് ഏറ്റുപറയേണ്ടി വരും എന്ന് ഫിലിപ്പിയർ 2:10 നമ്മൾ വായിക്കുന്നു. ഇപ്പോൾ ഭൂമിക്ക് കീഴിലുള്ള ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല എങ്കിലും ഭൂമിക്ക് കീഴിൽ ദുഷ്ടന്മാരുണ്ട്. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാത്തവർ, അവർ യേശുവിൻ്റെ മുമ്പിൽ യേശുവിനെ ഏറ്റുപറയുമെന്നുള്ളതാണ് ഫിലിപ്പി ലേഖനം 2:10 നമ്മൾ വായിക്കുന്നത്. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അടുത്തത് അധോലോകരുടെയും മുഴങ്കാൽ എല്ലാം മടങ്ങുകയും 11-ാമത്തെ വാക്യം എല്ലാ നാവും യേശു കർത്താവെന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇന്ന് യേശുവിനെ സ്വീകരിക്കാതെ യേശുവിനെ തള്ളി മരിക്കുന്ന എല്ലാ ദുഷ്ടന്മാരും യാതനാസരത്തായിരിക്കും. അവർക്ക് ഒരു നാൾ യേശു കർത്താവെന്ന് ഏറ്റുപറയേണ്ടി വരുമെന്ന് ഈ തിരുവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളെ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. താങ്ക് യു സോ മച്ച്.